ഞാൻ കണ്ണുവത്താൻ പോവാണേ. 1 2 3. പറഞ്ഞോ, ഇനി പറഞ്ഞോ. പറ സർ, എന്നെ എന്തോരം ഇഷ്ടാണ് സാറിന്. ഒരുപാട് ഒരുപാട് ഇഷ്ടം. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് നന്ദിനി. അയ്യോ, സാറിന്റെ അതേ ശബ്ദം എനിക്ക് അതേ ശബ്ദം വന്നു തുടങ്ങിയോ? ഞാൻ അറിയാണ്ട് എന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാം. സാർ വീട് സാർ, ഞാൻ സാറ് വന്ന് കണ്ടില്ല. അതുകൊണ്ടെന്താ, അതും ഒരു രസമല്ലേ? അയ്യോ സോറി സാർ, സോറി സാർ. ഞാൻ വെറുതെ സാറിന്റെ ഷർട്ട് ഇട്ട് ഒരു കളി പോലെ. ഞങ്ങള് പണ്ട് നാട്ടിൻപുറത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കും സാർ, അതുപോലെ. അതിന് ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞോ? എടോ, എന്നോട് ചോദിച്ച കാര്യത്തിന് ഞാൻ കൃത്യമായിട്ട് മറുപടി പറയുകയും ചെയ്തു. താനത് കേട്ടല്ലോ. എന്തായിരുന്നു സർ? മറുപടി കേട്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ എന്റെ അടുത്ത് വേറെ വഴിയുണ്ട്. ഇല്ല സർ, ഞാൻ കേട്ടു. അപ്പോ ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ ഇതൊക്കെയാണ് തന്റെ പരിപാടി അല്ലേ? അയ്യോ ഇല്ല സർ, ഇതിപ്പോ ഞാൻ ശരിക്കും ആദ്യമായിട്ടാ. ഒറ്റയ്ക്കിരിക്കുമ്പോ സാറിനോട് സംസാരിക്കണമെന്ന് തോന്നിയാ ഇത് നല്ലതല്ലേ? സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കുകയും വേണ്ട, സാറിനോട് പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്യാം. അപ്പോ തനിക്ക് പറയാനുള്ളത് ശരിക്കും ഞാൻ എങ്ങനെ അറിയും? അതുകൊണ്ട് ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാര്യം എന്താണെങ്കിലും ഞാൻ വരുമ്പോ അതിനോട് നേരിട്ടൊന്ന് പറയണം. ഓക്കെ? ഓക്കെ സർ. ഇതെന്തിനാ ഊരുന്നേ? ഊരാതെ പിന്നെ? ഇപ്പൊ ഊരണ്ട, അതങ്ങനെ അവിടെ തന്നെ കിടക്കട്ടെ. എടോ, നല്ല ഭംഗിയുണ്ടത് എനിക്ക്. പാതി സൂര്യയും പാതി നന്ദിനിയുമായിട്ട് കുറച്ചു ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ. എന്നെ കൃത്യമായിട്ടങ്ങ് പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അനുകരിക്കുന്നതിൽ ഒരു കുറവുമില്ല. ശരിക്കും? പിന്നല്ലാതെ. താനേ ഒരു സംഭവം അല്ലേടോ, ഒരു മഹാസംഭവം.